അടുപ്പമില്ലാത്ത പടപ്പുകളെ അടുത്ത് വന്നെത്തുന്ന മരണം മറന്നോടും അല്ലാഹുവിൻ്റെ അടിമകളെ. ആലം ദുനിയാവിൽ അല്ലാഹുവോട് അടുപ്പമില്ലാത്ത പടപ്പുകളെ അടുത്ത് വന്നെത്തുന്ന മരണം മറന്നോടും അല്ലാഹുവിൻ്റെ അടിമകളെ. പിന്നെ ഈ കൂട്ടിൽ ഒരു കാര്യം ഞങ്ങൾ ചോദിച്ചതും ഞാൻ പറയാനും മറന്നിട്ടുണ്ട്. അപ്പൊ യക്കാപർമ്മത്തുകാരനായ ഞാൻ എങ്ങനെയാണ് ഇപ്പം മൊറയൂർ പഞ്ചായത്തിൽ എത്തിയെന്ന ഈ കാര്യങ്ങൾ നമ്മളത് തുടങ്ങി വെച്ചിട്ടുള്ളൂ. അത് നമുക്ക് പൂർണ്ണമായിട്ടില്ല. അതായത് ഞാൻ മൊറയൂർ പഞ്ചായത്തിൽ എത്തിയത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തിന്റെ വലിയ മോളെ ഞാൻ 2002 കെട്ടിച്ചു, രണ്ടാമത്തെ മോളെ 2004 കെട്ടിച്ചു. പിന്നെ മൂന്നാമത്തെ മോൾക്ക് ഇങ്ങനെ കല്യാണം വരും. അന്നത്തെ കാലത്ത് ഇപ്പൊ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ, അന്നത്തെ കാലത്ത് ഈ തർക്കങ്ങളാണ്. നമ്മൾ ഈ മഞ്ചേരിയൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് പറയും, മഞ്ചേരി ചന്തയിൽ ചെന്ന കാലികൾക്ക് വില പേശുക അല്ലെങ്കിൽ വില പറഞ്ഞ് തർക്കിക്കാന്ന് പറയുന്ന പോലെ അന്നത്തെ കാലത്ത് സ്ത്രീധനത്തിനും പണ്ടത്തിനും വേണ്ടി തർക്കമാണ്. ഇവര് വലിയ 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 സംഖ്യ ചോദിക്കുന്നത് കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ. പെൺകുട്ടികൾ പുര നിറഞ്ഞിരിക്കാൻ നമുക്ക് വിഷമം തന്നെയാണുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ കാലം മാറി, അത് വേറെ വിഷയം അല്ലേ. ഇന്ന് മാറി, അന്നത്തെ കാലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ എനിക്കത് ഇറങ്ങി പോകുമ്പോഴാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, അതൊരു കഥയാണ്. ഞാൻ എൻ്റെ ഇരിക്കുന്ന പറമ്പ് വിറ്റ് പുര വിറ്റ് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ പറമ്പ് കച്ചവടം തുടങ്ങി. അതിലൊരു 3-4 നമ്പർ പറമ്പ് വിറ്റ് അതിലൊക്കെ കുറച്ച് ചില്ലറ കിട്ടി. അങ്ങനെ എനിക്ക് താമസിക്കാൻ വീടില്ല. ഞാൻ പല സ്ഥലത്തും വീട് അന്വേഷിക്കുന്ന സമയത്ത് ഒന്നൂക്കില് പിന്നെ വീട് നല്ല വീടാകുമ്പം അതിക്ക് വഴി ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല. അല്ലെങ്കിൽ വഴിയും വെള്ളവും ഉണ്ടെങ്കിൽ വീട് ഞാൻ രണ്ടാമത് പൊളിച്ച് പണി തീർക്കണം. അതിനെക്കൂടി കഴിയൂല. അങ്ങനെ അന്വേഷിച്ച് ഞാനിങ്ങനെ നടക്കുന്നതിടയിൽക്കൂടെ എനിക്ക് എടപ്പറമ്പ് എന്നറിയുന്ന എൻ്റെ മഹലിൽ എടപ്പറമ്പാണല്ലോ, എടപ്പറമ്പ് മഹലിൽ ഞാൻ അവിടെ ചെന്ന് ഒരു വീട് ഞാൻ കണ്ടുപിടിച്ച്. അവിടെ ഞാൻ കണ്ടുപിടിച്ച് ആ വീട് വലിയ കുഴപ്പമില്ല. ആ വീട് ഞാൻ എടുത്ത്, ആ വീട് ഇപ്പം ഒട്ടും കാട്ടില്ല, ഓടിട്ടൊരു വീട്. ആ വീടാണ് ഇപ്പം എൻ്റെ വീട്. അങ്ങനെയാണ് ഞാൻ മൊറയൂർക്കാരനായത്. അതായത് അത് 2008 2008 ആ ഒരു സംഭവങ്ങളെ അറിയിക്കണം. അപ്പൊ ആ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും താമസം. ഇപ്പോഴും അങ്ങനെയാണ്. അപ്പൊ ആ 2 കുട്ടികളെയും കെട്ടിച്ചു. അന്ന് വലിയൊരു കുഴപ്പമില്ലാത്ത ഒരു ഓടിട്ട വീടും കുറച്ച് സ്ഥലവും ഉണ്ട്. 2 പെൺകുട്ടികളും കെട്ടിച്ചു. ഞാൻ പറഞ്ഞൊരു 2009-ലും 2010-ലും 2 കുട്ടികളെ കെട്ടിച്ചു പറഞ്ഞല്ലോ, അത് ഇതാണ് കാരണം. അപ്പൊ അതും കൂടി നിങ്ങളെ സൂചിപ്പിക്കാഞ്ഞാല് ശരിയാവില്ലല്ലോ. കാര്യം പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ കൂടെ വേറെ വർത്താനത്തേക്ക് പോയതാണ്. ഇനി എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. തീർച്ചയായിട്ടും ഒരുപാട് പറഞ്ഞു. നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് അത് മാത്രല്ല, കൂടുതൽ നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട്. ഞാന് UAE മാത്രല്ല, എന്നെ എപ്പോഴും സ്നേഹിക്കുന്ന ഒരാള്, എപ്പോഴും സ്നേഹിക്കുന്ന UAE മൂപ്പര് പിന്നെ ദുബായിലാണ്. മൂപ്പരെ പേര് മുസ്തഫ എന്നാണ്. നമ്മളെ ഇടിമൂഴിക്കല് ചേലാമ്പ്രമുള്ള ആളാ. UAE പ്രവാസിയാണ് അല്ലേ? പ്രവാസിയാണ്. അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ മർക്കസൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്താനും മൂപ്പര് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. UAE ചെന്നപ്പോ ഇന്ന് അയാള് ഞാൻ ഇപ്പൊ ഇന്നലെ അറിഞ്ഞതാണ്, അയാള് സുഖമില്ലാതെ വന്നിട്ടുണ്ട്. അപ്പം അയാള് ഹോസ്പിറ്റലാണ്. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ആഫിയത്തോട് കൂടെ ദീർഘായുസ്സ് അള്ളാഹു കൊടുക്കട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. പല രോഗങ്ങളും പിന്നെ അതുപോലെ തന്നെ പല പ്രയാസങ്ങളെ കൊണ്ട് അദ്ദേഹം
വിഷമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തീർച്ചയായിട്ടും സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് നന്മ മരങ്ങൾ നമുക്ക് വേണ്ടി ആവുന്ന കാലത്ത് ഒരുപാട് നമ്മൾക്ക് അവിടെ നമുക്ക് ഒരിക്കലും അത് നമുക്ക് എന്നും അതെ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് ഇത് മാത്രമാണല്ലോ. ഇതൊക്കെ ഉള്ളു നമ്മുടെ അടുത്ത് ഇതൊക്കെ തന്നെ ഉള്ളു. അതിനെക്കാളും പ്രതിഫലം അവർക്ക് കൊടുക്കട്ടെ. പിന്നെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ പറഞ്ഞാൽ എനിക്ക് പാട്ട് പാടാൻ വയ്യ. ശരിയായോ? അപ്പൊ എന്റെ പാട്ടുകൾ കേട്ടില്ലേ? അതെ അതെ. പക്ഷെ എന്നാലും മനോഹരാണ്. അപ്പൊ കുറച്ചും കൂടി മുമ്പായിരുന്നെങ്കിൽ ഇതിനേക്കാളും മനോഹരായിരുന്നു എന്നാണ് പറഞ്ഞു തന്നത്. ശ്വാസം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അതാണ് ഇപ്പൊ ഈ പിന്നെ അന്തമാൽക്ക് വരാൻ കാരണം. നമ്മളെ വിഷമങ്ങളെ നമ്മളെ ആളുകളല്ലേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം ഇനി കണ്ണ് കളാത്തതിന്റെ പേരില് ഇതിൽ പരസ്യം കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല. കണ്ണ് കളാത്തതിന്റെ പേരിൽ കണ്ണ് കളാത്ത എന്നെയും എൻ്റെ പാവപ്പെട്ട കുടുംബത്തെയും ഞങ്ങൾ രണ്ടാളുകളും ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾക്ക് നല്ലൊരു സംഖ്യ ഓരോ മാസത്തിനും മരുന്നിന് വേണം. അത് ഇതിനൊന്നും ഒരു അരവാക്ക് ഒരു കളവില്ല. അതുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ആർക്കെങ്കിലും സഹായിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇതിൽ തന്നെ വെച്ചോളാം. ഗൂഗിൾ പേ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ KP മൊയ്തീൻ മൊറയൂർ എൻ്റെ ഗൂഗിൾ പേ നമ്പർ 97 45 08 11 89. 97 45 08 11 89. ഇതിൽ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഉണ്ട്. ഇതിലടിച്ചാൽ ഇത് തന്നെയാണ് എൻ്റെ യൂട്യൂബ് നമ്പർ. KP മൊയ്തീൻ മൊറയൂർ അടിച്ചാൽ എൻ്റെ യൂട്യൂബിലെ പല പരിപാടി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, തീർച്ചയായും എഴുതിക്കൊണ്ട്. എന്നാൽ ഇത്രയും സമയം ഈ പരിപാടിയിൽ എനിക്ക് അവസരം നൽകിയ എൻ്റെ ഉസ്താദ് അവർകൾക്കും അതുപോലെ തന്നെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകൾക്കും എൻ്റെ അതീതമായ നന്ദി. നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ പ്രാർത്ഥന ഉണ്ടാകും. എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ പ്രാർത്ഥിച്ചും അതല്ലാതെയൊക്കെ സഹായിക്കണം എന്നും ഞാൻ ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും എൻ്റെ പ്രാർത്ഥന ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റുള്ള ഇതര മതവിശ്വാസികൾക്ക് എൻ്റെ 1000 നന്ദി നന്മ. നിങ്ങൾക്ക് എപ്പോഴും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. ഓക്കെ. സ്നേഹമുള്ളവരെ, സലാം പറഞ്ഞ് പിരിയാനിരിക്കട്ടെ. യാദൃശ്ചികമായിരുന്നു ഇവരെ കണ്ടുമുട്ടൽ. അപ്പോൾ സ്വാഭാവികമായും അവരെ അടുക്കാനും കൂടുതൽ സംസാരിക്കാനൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവർ കടന്നു വന്ന വഴികൾ വളരെ ദുർഘടമായിരുന്നു. വളരെ പ്രയാസം നിറഞ്ഞ പറഞ്ഞാൽ അവരുടെ കുടുംബ പശ്ചാത്തലം സാഹചര്യമൊക്കെ അപ്പം നിർവാഹമില്ലാത്തത്. കാരണം ആലോചിച്ച് നോക്ക്, ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്ന അണ്ടമാൻ്റെ മണ്ണിലാണ്. അണ്ടമാൻ്റെ മണ്ണിൽ അവർ കിലോമീറ്റർ ഒരു സാധാരണ കണ്ണ് കാഴ്ചയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടൊക്കെ എത്തുക എന്ന് പറയുന്നത് യാത്രാപരമായി ഒന്നുകിൽ ചെന്നൈ വഴി വരണോ, അല്ലെങ്കിൽ ഹൈദരാബാദ്, അല്ലെങ്കിൽ ബാംഗ്ലൂർ വഴി വരണോ. അവിടെ വന്നാൽ തന്നെ ഫ്ലൈറ്റ് ഡിലേ ആയിട്ടും കുറേ സമയം ഇരുന്നിട്ടും യാത്ര എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, ഫ്ലൈറ്റ് ആണെങ്കിൽ പോലും. അപ്പോൾ എന്നിട്ട് അവരെ താണ്ടി വലിയ പ്രതീക്ഷയോട് കൂടി, കാരണം അന്തമാൻകാർ ഒരിക്കലും ആ ഒരു പ്രതീക്ഷയെ തെറ്റിക്കൊല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പറഞ്ഞു വന്നത് അവിടെ മതം നോക്കാതെ, ജാതി നോക്കാതെ, ഇസ നോക്കാതെ സഹായിക്കുന്ന ആളുകൾ. കാരണം എൻ്റെ പള്ളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു സഹോദര മതസ്ഥല്ല, അതായത് ക്രിസ്ത്യൻ കുടുംബമാണ്. അവരെന്നോട് അങ്ങനെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ അങ്ങനെ വന്ന ആളുകൾ എവിടെ പോയി, അവർക്കൊന്ന് സഹായിക്കണം. അവരിങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടത് അവരെ സഹായിക്കുന്നൊരവസ്ഥ. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല. അവിടെ മതവും ജാതിയും ഒന്നും നോക്കാതെ മാനുഷികമായി മാനവികതയിലൂന്നിയിട്ടുള്ള സമീപനങ്ങളിൽ ജീവിതം നയിക്കുമ്പോൾ അവിടെ എന്താ പറയുക, കാരുണ്യത്തിൻ്റെയും വിശാല മനസ്കതയുടെയും ഒക്കെ വാതിലുകൾ തുറക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് അതാണല്ലോ മതം പഠിപ്പിച്ചതും. അള്ളാഹു പറയുന്നുണ്ടല്ലോ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹു ഫി അവനിൽ അബ്ദി മാക്കാനൽ അബ്ദു ഫി അവനെ. ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ സഹായത്തിലായിരിക്കും അദ്ദേഹം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മതിയല്ലോ. ഒരു മനുഷ്യൻ്റെ നമ്മളൊരു സഹായം കൊടുക്കുമ്പോൾ ഒരുപക്ഷെ വലിയതാണ് എന്നൊന്നില്ല, അതിനേക്കാളും അപ്പുറം ചെറിയ സംഖ്യയാണെങ്കിലും വലിയ മനസ്സോടു കൂടി കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അത് ചിലപ്പോൾ ഒരു പക്ഷേ കോടികൾ കൊടുത്താൽ പോലും കിട്ടൂല. പക്ഷേ ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഒരുപാട് ക്യാമ്പസിനാണെങ്കിൽ പോലും മർക്കസിനാണെങ്കിൽ പോലും അദ്ദേഹം ഓർത്തെടുത്ത്. എന്താ കാരണം, അവരെ ജീവിതത്തിൽ വലിയ അവർക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ, അനുഭവങ്ങൾ സമ്പാദിച്ചതിന് പിന്നിൽ അത്തരം വ്യക്തിത്വങ്ങൾ. ഇപ്പോൾ ഈ ഇടിമുഴിക്കല്ലേ, അല്ല ഇടിമുഴി അല്ലേ പറഞ്ഞേ, മുസ്തഫാക്കാക്കനൊക്കെ പറഞ്ഞു ഇല്ലേ, അവർക്കൊക്കെ കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അൽഹംദുലില്ലാ ഈ ഒരു പ്രാർത്ഥനയാണ്. അത് മതി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ
ഗൗരവപൂർവ്വം എടുക്കണമെന്ന് സ്നേഹത്തോടു കൂടി വളരെ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സ്നേഹത്തോടെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.